ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SCERTയുടെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കറിയാം ഓരോ പരീക്ഷകൾക്കും SCERTക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോവാം. നിങ്ങളുടെ സമയം ഞാൻ പാഴാക്കുന്നില്ല. നമുക്ക് അധികമൊന്നും പറയാതെ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഈ പാഠം നോക്കിയിട്ട് പോവാം. നമുക്കറിയാം ലോക ചരിത്രം എന്ന ഭാഗത്തു നിന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമുക്കിന്ന് കവർ ചെയ്ത് പോവാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഒരുപക്ഷെ ചോദ്യം വരും, ഈ വരികൾ ആരുടേതാണെന്ന് ചോദ്യം വരും അല്ലേ? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. ഓക്കെ, ആരുടെയാണ്? കുമാരനാശാന്റെ വരികളാണ്. ഏതിലാണ്? ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ്. ഏതാണ്? ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ. അപ്പൊ എങ്ങനെ ചോദ്യം വരും? ഒരുപക്ഷെ ചോദ്യം വരും, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഇത് ആരുടെ വരികളാണെന്ന് ചോദ്യം വരും. അപ്പൊ നമുക്ക് കിട്ടും ആരുടെയാണ്? കുമാരനാശാന്റെ വരികളാണ്. ഇനി അതല്ല, ഇത് ഏതിലാണ്, ഏതിൽ നിന്നും എടുത്ത വരികളാണെന്ന് ചോദ്യം വന്ന ഏതാണ്? ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ്. അല്ലെങ്കിൽ ഈ വരികൾ ഏത് കവിതയിലൂടെയാണ് കുമാരനാശാൻ മുന്നോട്ട് വെച്ചതെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ഒരു ഉദ്ബോധനം എന്ന കവിതയിലൂടെ മുന്നോട്ട് വെച്ചതാണ്. അപ്പൊ പഠിച്ചു വെക്കണം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. കുമാരനാശാൻ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ് അല്ലെ? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കണം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അല്ലെ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ? ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പൊ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അതെന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അത് ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലെ? ഫ്രഞ്ച് വിപ്ലവം. പിന്നെ ഭൂമി, ആഹാരം, സമാധാനം അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവമാണ്. ജസ്റ്റ് എല്ലാതും ഒന്ന് ഓർത്തു വെക്കട്ടെ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോവാം. ഇതെന്താണ്? ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ. ജെയിംസ് ഓട്ടിസ് ആണ്. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് വേഗം വേഗം പഠിച്ചു പോവാം കേട്ടോ. റിവിഷൻ അല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പൊ എന്താണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ഈ മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. നമുക്ക് ഈ പാഠത്തിൽ തന്നെ പഠിക്കാണ്ട്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് കേട്ടോ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അമേരിക്കൻ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? അമേരിക്കൻ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പോലെ തന്നെ എന്താണ്? ലിഖിത ഭരണഘടനയാണ് അല്ലെ? ലിഖിത ഭരണഘടനയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെയാണ്, ഇന്ത്യയുടെയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. പക്ഷെ ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെയാണ്. അപ്പൊ അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം 13 ആണ്. 13. ഇതിലൊരു കോളനി നമുക്ക് എടുത്ത് പഠിക്കാണ്ട്. ഏതാണ് ആ കോളനി? ജോർജിയ അല്ലെ? ജോർജിയ കേട്ടിട്ടുണ്ടാവും. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. നമുക്ക് എന്തായാലും പോയിന്റ് പഠിക്കാണ്ട് പഠിച്ചു പോകാട്ടോ. ഓക്കെ, അപ്പൊ എത്ര പോയിന്റുകൾ ക്ലിയർ ആയല്ലോ? ആദ്യം എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആരുടെയാണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ കുമാരനാശാന്റെ വരികളാണ്. ഒരു ഉദ്ബോധനം എന്ന കവിതയിലൂടെ കുമാരനാശാൻ രചിച്ച വരികളാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്ന ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ? ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ എന്താണ്? 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണമാണ് 13. ഓക്കെ,
അടുത്തത്, ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത്. ഇത് പഠിച്ചു വെച്ചോ, ഈ വാക്ക് പഠിച്ചു വെച്ചോ. എന്താണ് അറിയപ്പെടുന്നത്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ്. മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ്. എന്താണ് വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത്? എന്താണ്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. എന്താണ്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഈ വാക്ക് പഠിച്ചു വെക്കണം കേട്ടോ. വാണിജ്യ നയങ്ങൾ എന്താണ്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. റെഡ് ഇന്ത്യൻസ് 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ആരാണ് വിശേഷിപ്പിച്ചത്? ആരാണ് ഇന്ത്യൻസ് എന്ന് വിശേഷിപ്പിച്ചത്? ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ആ പേര് പഠിച്ചു വെച്ചോ, ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. തീർത്ഥാടക പിതാക്കൾ, ഈ പേരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന്, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ, ഈ കപ്പലിന്റെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ, മെയ് ഫ്ലവർ എന്ന കപ്പൽ. ഓക്കെ, മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു. അപ്പൊ തീർത്ഥാടക പിതാക്കൾ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. റെഡ് ഇന്ത്യൻസ് എന്ന് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ആരാണ് വിശേഷിപ്പിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അവരെ വിചാരിച്ചിട്ടാണ്, അല്ലേ, ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് അവരെ ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചത്. പിന്നീട് അവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവിടെ തീർത്ഥാടക പിതാക്കൾ എന്താണ്? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ, ഈ കപ്പൽ പഠിച്ചു വെച്ചോ. പിന്നെ ഞാൻ പറയാം, മെയ് ഫ്ലവർ, ഈ കപ്പൽ പഠിച്ചു വെക്കണം. ഓക്കെ, മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു. അപ്പൊ തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പൽ ഏതാണ്? മെയ് ഫ്ലവർ എന്ന കപ്പലാണ്. മെയ് ഫ്ലവർ എന്ന കപ്പലാണ്. ഓക്കെ, അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ സഞ്ചരിച്ച കപ്പൽ ഏത് എന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? മെയ് ഫ്ലവർ എന്ന കപ്പലാണ്. ഓക്കെ, അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണല്ലോ, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി എപ്പോഴാണ് നടന്നതെന്ന് ചോദ്യം വരില്ലേ. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. എപ്പോഴാണ്? 1773 ഡിസംബർ 16, അല്ലെ. നമുക്കറിയാലോ, തേയില പാക്കറ്റുകൾ കൊണ്ടുപോയിട്ട് കടലിൽ വലിച്ചെറിഞ്ഞതൊക്കെയാണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ഡിസംബർ 16. ഡേറ്റ് പഠിച്ചു വെച്ചോ, 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ചോദ്യം വരും, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് കിട്ടിയല്ലോ. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യമാണ് എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അടുത്തത്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജോൺ ലോക്കാണ്. ചോദ്യം വരും, ജോൺ ലോക്കാണ് എന്തഭിപ്രായപ്പെട്ടത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജോൺ ലോക്കാണ്. ആരാണ്? ജോൺ ലോക്കാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവനെ പൂട്ടിയിടുക, അതായത് ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെ. ലോക്കാണ്. മനുഷ്യന് മൗലിക അവകാശങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അതായത് സഞ്ചാര സ്വാതന്ത്ര്യമല്ല, ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു അവകാശമില്ല. അപ്പൊ എന്താണ്? അവനെ ലോക്ക് ചെയ്ത് വെക്കണം, അവനെ പൂട്ടിയിടുകയാണെന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജോൺ ലോക്കാണ് ഇങ്ങനെ പ്രസ്താവിച്ചത് എന്നത് നമുക്ക് കിട്ടും. എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. അവനെ ലോക്ക് ചെയ്തിടാനൊന്നും പാടില്ല, അല്ലെ. ജോൺ ലോക്കാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇനി മറക്കൂലല്ലോ, കിട്ടിയല്ലോ, സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട്, അതായത് ഈ വൻകര, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന്, ഈ വൻകര
ഓക്കെ, ഏതെങ്കിലും വിദേശ ശക്തി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക. ഓക്കെ, ഈ വൻകര എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക. നമുക്കറിയാലോ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അവിടെ നിന്നും ഇങ്ങോട്ട് കുടിയേറി വന്നവരാണ് ആരാണ്? തീർത്ഥാടക പിതാക്കൾ. അവരെവിടെയാണ് പിന്നെ താമസിച്ചത്? വടക്കേ അമേരിക്കയിൽ പിന്നെ താമസമാക്കി. 13 കോളനികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത്. ദീർഘകാലം ഇത് കീഴടക്കി കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറൊരാൾ വന്നിട്ട്, ഏതെങ്കിലും ഒരു വിദേശ ശക്തി വന്നിട്ട് ഇതങ്ങോട്ട് കീഴടക്കി ഭരിക്കുകയാണ്. അപ്പൊ അതെന്താ? യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. അയാൾ അത് എന്തുകൊണ്ട് പറയുന്നതാ? മനസ്സിലെ സങ്കടം കൊണ്ട്, അതായത് പെയിൻ, അല്ലേ? പെയിൻ, വേദന കൊണ്ട് പറയാണ്. അപ്പൊ തോമസ് പെയിൻ. ഓക്കെ, തോമസ് പെയിൻ. അപ്പൊ ഇനി അത് കിട്ടുമല്ലോ. തോമസ് പെയിന്റെ വാക്കുകളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദ്യം വന്നാൽ തോമസ് പെയിൻ ആണ്. അപ്പൊ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും. അതാരാന്ന് ചോദിച്ചാൽ അത് നമുക്ക് കിട്ടും. ജോൺ ലോക്കാണ്. ലോക്ക് ചെയ്തിടാനൊന്നും പാടില്ല എന്ന് ആര് പറയാണ്? ജോൺ ലോക്കാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ തോമസ് പെയിൻ. അയാൾ എന്തുകൊണ്ടാണ്? പെയിൻ കൊണ്ട് പറയാണ്, അല്ലെ? വേദന കൊണ്ട് പറയാണ്. ഓക്കെ, മനസ്സിലെ വേദന കൊണ്ട് പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 നടന്നത്. 1774 ഒരു കോളനി പങ്കെടുത്തില്ല, അതാണ് ജോർജിയ, അല്ലെ? ജോർജിയ 1774 അതുപോലെ തന്നെ 1775 കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775. രണ്ടിനും പ്രത്യേകത ഉണ്ട്. രണ്ടും എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരികയാണ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നത്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജിയയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. ജോർജിയ എന്താണ്? അവിടെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. ഓക്കെ, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 74 75 1 2. അപ്പൊ പഠിക്കുമല്ലോ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ജോർജ് വാഷിംഗ്ടണിനെയാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തത്. അദ്ദേഹമാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഈ വാക്കുകളൊക്കെ കിട്ടിയത് ആരുടെ വാക്കുകളാന്നൊക്കെ ചോദ്യം വന്ന ആരുടെയാണ്? ഏതാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞത് ആരാണ്? അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. പിന്നെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം അടക്കി വാഴുക എന്ന് പറയുന്നത് എന്താണ്? യുക്തിക്ക് നിരക്കുന്നതല്ല. ഐ ഹാവ് പെയിൻ, അല്ലെ? എനിക്ക് വേദന ഉണ്ട്. അപ്പൊ എന്താണ്? പെയിൻ വെച്ച് ആലോചിച്ചാൽ എന്ത് കിട്ടും? തോമസ് പെയിൻ കിട്ടും, അല്ലെ? തോമസ് പെയിനും കിട്ടും. നേരത്തെ ജോൺ ലോക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല എന്ന് ആലോചിച്ചാൽ ജോൺ ലോക്ക് നമുക്ക് കിട്ടും. ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചു വെക്കണേ. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അതും തോമസ് പെയിന്റെ വാക്കുകളാണ്. ഓക്കെ, തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ. അപ്പൊ കോമൺ സെൻസ് എന്ന ലഘുലേഖ ആരുടേതാണെന്ന് ചോദിക്കും. ഇത് ബ്രാക്കറ്റിൽ ഇട്ടത് കൊണ്ട് ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞു വിടണ്ട. കോമൺ സെൻസ് ആരുടെന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പൊ കോമൺ സെൻസ് എന്ന ലഘുലേഖ ആരുടേതാണ്? ആര് രചിച്ചതാണെന്ന് ചോദ്യം വന്നാൽ അത് തോമസ് പെയിന്റെയാണ്. കോമൺ സെൻസ് തോമസ് പെയിന്റാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് അത് 1776 ജൂലൈ 4 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ആരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് എന്ന് ചോദ്യം വരും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. അപ്പൊ എന്നാണെന്ന് ചോദിച്ചാൽ 1776 ജൂലൈ 4 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ ഇതാ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. മറക്കില്ലല്ലോ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്.
സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ച വർഷം ചോദിച്ച 1781 ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 76-ലാണെങ്കിലും യുദ്ധം അവസാനിച്ചത് 1781 1781. ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടിയുടെ വർഷം ഒന്ന് പഠിച്ചു വെച്ചോ. 1783 1783 പാരീസ് ഉടമ്പടി. അപ്പോൾ യുദ്ധം അവസാനിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1781. എപ്പോഴാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? 1776 ജൂലൈ 4 നേരത്തെ പഠിച്ച ഡേറ്റ് എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. അത് മിക്കവാറും ചോദ്യം വരിക ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ലോക വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓർത്തു വെക്കുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്നാലും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓർത്തു വെക്കുക. അത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയതായിരുന്നു ചോദ്യം വന്നാൽ ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. ഓക്കെ, അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ജെയിംസ് മാഡിസൺ ആണ് അല്ലേ. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ഇനി ചോദ്യം വന്ന മാറില്ലല്ലോ. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസണും പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസുമാണ്. ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ക്ലിയർ ആയി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളത് പഠിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് അല്ലെ. ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതെന്ന് ചോദ്യം വന്നാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. ചോദ്യം വരും ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് ആയിരുന്നു ചോദിച്ചാൽ അത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നതാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധി. പലർക്കും ഡൗട്ട് വരും ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി പോയിട്ട് കറുപ്പിക്കരുത്. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണ്. അത്ര പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിനു മാത്രമേ അധികാരമുള്ളൂ. ആരുടെ വാക്കുകളാണ്? ലൂയി 14 വാക്കുകളാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആയിരുന്നാവും ചോദ്യം വരിക. ആരാണ്? ലൂയി 14 ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. ഓർത്തു വെച്ചോ. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ആരാ? ലൂയി 16. ലൂയി 16 കാലത്താണ് വിപ്ലവം ഉണ്ടാവുന്നത്. അപ്പൊ അത് ഓർത്തു വെച്ച് പഠിക്കാലോ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. പിന്നെ ആരുടെ കാലത്തായിരുന്നു വിപ്ലവം എന്ന് ചോദിച്ചാൽ ലൂയി 16 കാലത്ത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ? ഈ വാക്കുകൾ ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ആരുടെയാണ്? മേരി ആന്റോയിനറ്റിന്റെ വരികളാണ് അല്ലെ. മേരി ആന്റോയിനറ്റ് ഇപ്രകാരം പറഞ്ഞത് ആരെന്ന് ചോദ്യം വരും. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ? ആരുടെയാണ്? മേരി ആന്റോയിനറ്റിന്റെ. മേരി ആന്റോയിനറ്റ്. അപ്പൊ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ലൂയി 16 കാലത്ത് വിപ്ലവം. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. അതറിയപ്പെടുന്നത് എന്താണ്? എസ്റ്റേറ്റുകളാണ് അല്ലെ. എസ്റ്റേറ്റുകൾ. ഓക്കെ, എസ്റ്റേറ്റുകളാണ് അല്ലെ. 3 തട്ടുകളായിട്ട്. എന്താണ് 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നത്? എസ്റ്റേറ്റുകളാണ്. അതിൽ ഒന്നാമതിൽ ഏതാണ് പെടുന്നത്? പുരോഹിതന്മാർ അല്ലെ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ. 2 ഏതാണ്? പ്രഭുക്കന്മാരാണ്. 3 കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ. അതായത് കോമൺസ് എന്നറിയപ്പെടുന്നത് 3ാമത്തെയാണ് അല്ലെ. 3ാമത്തെ എസ്റ്റേറ്റ് ആണ് കോമൺസ് എന്നറിയപ്പെടുന്നത്. ബാങ്കർമാർ എന്നിവർ അടങ്ങിയിരിക്കുന്ന മധ്യവർഗം അല്ലെ. മിഡിൽ പീപ്പിൾ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. മധ്യവർഗം ഏതിലാണ്? കോമൺസ് എന്നറിയപ്പെടുന്ന ഏതിലാണ്? 3ാമത്തെ എസ്റ്റേറ്റിലാണ്. ഒന്നാമത്തതിൽ പുരോഹിതന്മാർ, 2ാമത്തതിൽ പ്രഭുക്കന്മാർ. 1 പുരോഹിതന്മാർ, 2ാമത്തതിലെ പ്രഭുക്കന്മാർ. അപ്പൊ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ എസ്റ്റേറ്റുകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അതും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് ശേഷം പ്രളയം ആരാ പറഞ്ഞത്? ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് മേരി ആന്റോയിനറ്റ്. ഓക്കെ, അയ്യോ. പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിക്കുന്ന നികുതി അറിയപ്പെടുന്നത് എന്താണ്? തിതയാണ് കേട്ടോ. തിതെ. നമുക്ക് 2 നികുതികൾ പഠിക്കാണ്ട്, ഒന്ന് തൈലെ, ഒന്ന് തിതെ. അതിൽ പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിക്കുന്ന നികുതിയാണ്. കർഷകരിൽ നിന്നും പ്രത്യേകം പഠിച്ചു വെച്ചോ. കർഷകരിൽ നിന്നും തിതെ. കർഷകരിൽ നിന്നും
തിതെ. കോമൺസിൽ നിന്നും പിരിക്കുന്നതാണ് തൈലെ. ഓക്കെ, മൂന്നാമത്തെ എസ്റ്റേറ്റ് സർക്കാരിന് നൽകുന്ന ഭൂനികുതിയാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് സർക്കാരിന് നൽകുന്ന ഭൂനികുതിയാണ് തൈലെ. മൂന്നാമത്തെ എസ്റ്റേറ്റ് സർക്കാരിന് നൽകുന്ന ഭൂനികുതിയാണ് തൈലെ. കർഷകരിൽ നിന്നും അല്ലെ, പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിക്കുന്ന നികുതിയാണ് തിതെ. കർഷകരിൽ നിന്നും പിരിക്കുന്നതാണ് തിതെ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് റൂസോ ആണ്. റൂസോയുടെ വാക്കുകളൊക്കെ പഠിച്ചു വെക്കണേ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ് അല്ലെ. ജനങ്ങളാണ് പരമാധികാരി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അതും റൂസോ ആണ്. പഠിച്ചു വെക്കുക. അപ്പൊ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ ആണ്. പഠിച്ചു വെക്കണേ. റൂസോ ആണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിൽ. അതാ ജനങ്ങളാണ് പരമാധികാരി. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോ ആണ്. ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ഓക്കെ, ഞാൻ പറഞ്ഞു ആരുടെ കാലത്താണ് വിപ്ലവം? ലൂയി 16 കാലത്താണ്. അപ്പൊ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷമാണ് 1789. ഓക്കെ, 1789. ഈ വർഷമല്ലേ നമുക്ക് പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാറ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക, 1789. അടുത്ത ചോദ്യം, നേരത്തെ നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചല്ലോ, അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് നമ്മൾ പഠിച്ചു. അതുപോലെ ചോദ്യം വരുന്ന ഒരു സാധനമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. 1789 ജൂൺ 20 അല്ലെ. ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെ. ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. പിന്നെ ജൂലൈ 14 ഉണ്ടല്ലോ ബാസ്റ്റിൽ ജയിൽ തകർക്കൽ, ജൂലൈ 14 അല്ലെ. ജൂലൈ 14. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഓഗസ്റ്റ് 12. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ 1789 ജൂൺ 20 ഏത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എപ്പോഴാണ്? 1789 ജൂൺ 20. ചോദ്യം വരും അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്നാൽ ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ അതുവരെ ഓക്കെ ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം. മാറി തന്നെ പഠിച്ചോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം. ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്? ബോസ്റ്റൺ ടീ പാർട്ടി. ബാസ്റ്റിൽ ജയിൽ തകർക്കലല്ല, ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണെന്നും കിട്ടി. അടുത്തത്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തത് ഞാൻ നേരത്തെ പറഞ്ഞു 1789 ജൂലൈ 12 ബാസ്റ്റിൽ ജയിൽ തകർത്തത് അല്ലെ. ബാസ്റ്റിൽ ജയിൽ തകർത്തത് 1789 ജൂലൈ 14. മറ്റേത് എപ്പോഴായിരുന്നു? 1789 ജൂൺ 20 അല്ലെ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് ചോദ്യം വരും. ഈ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വരും. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം. ബാസ്റ്റിൽ ജയിൽ തകർത്തത് 1789 ജൂലൈ 14. ഓക്കെ, പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത്. ഓക്കെ, ഏത് കൊട്ടാരത്തിലേക്കാണ്? വേഴ്സായി കൊട്ടാരത്തിലേക്കാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, വേഴ്സായി കൊട്ടാരത്തിലേക്ക് ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ആ പോയിന്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. വേഴ്സായി കൊട്ടാരത്തിലേക്ക് ആഡ് ചെയ്തിട്ട് PDF നമ്മൾ ടെലിഗ്രാമിലിടും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ PDFകളൊക്കെ അതിൽ അയക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാമിൽ നടക്കുന്നതാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ, അതായത് നമ്മുടെ വാട്സപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, ഇതുപോലെ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രം മാറ്റി വെച്ച്, പ്രധാനമായിട്ടും നമ്മൾ വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ
ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി അല്ലാത്ത ആളുകളാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് സമയം മാത്രമേ പഠിപ്പിക്കുള്ളൂ. കാരണം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആളുകളെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പഠിക്കാൻ സമയമുള്ള ആളുകളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയണം, എൻ്റെ ബാച്ചിലേക്ക് വരരുത്. നിങ്ങൾക്ക് വേറെ നല്ല നല്ല ആപ്പ്, നല്ല നല്ല ക്ലാസ്സുകളൊക്കെ നല്ലത് കിട്ടും, നല്ല പെയ്ഡ് ആണെങ്കിലും. അപ്പോൾ അങ്ങനത്തതിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ഇത് സമയം ചുരുക്കിക്കൊണ്ട് എങ്ങനെ റാങ്ക് നേടാൻ നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ആളുകൾക്ക്, അതായത് വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ച് സമയത്തെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ ഉണ്ടാവും. പിന്നെ ഓരോ എക്സാമുകൾ എടുക്കുമ്പോഴും അതിൻ്റെ റിവിഷൻ മാരത്തോൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ റിവിഷൻ ചെയ്ത് സെറ്റാക്കി എങ്ങനെയും എക്സാമിലേക്ക് ബൂസ്റ്റ് ആക്കി വിടുക. പിന്നെ എക്സാമിന് വേണ്ട ടിപ്സ് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബാച്ചിൽ നടക്കുന്നത്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വാട്സപ്പ് ബാച്ച് എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പിലൂടെ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. സാധാ മെസ്സേജ് അയക്കരുത് അല്ലേ, നോർമൽ മെസ്സേജ് അയക്കരുത്. അതുപോലെ തന്നെ വിളിക്കൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഓരോ വർക്കിലൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കോൾ വന്നാലൊക്കെ, ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കോൾ വന്നാലൊക്കെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ചിലപ്പോൾ ഇത്തിരി വൈകി പോവുകയാണെങ്കിലും, വൈകി പോകുക പറഞ്ഞാൽ ഇതെല്ലാം ഒറ്റക്ക് നോക്കി നടത്തണം. അപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരുപാട് മെസ്സേജുകൾ ഇനിയും നോക്കാൻ വിട്ടുപോയിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട്, ഇതിപ്പോൾ ക്ലാസ്സുകളല്ലേ നിങ്ങൾക്ക് പ്രധാനം. അപ്പോൾ ഒഴിഞ്ഞ സമയം ഞാൻ മാറ്റി വെച്ച് ഓരോ മെസ്സേജുകൾ നോക്കും. മെസ്സേജ് കാണാതെ പോകുന്നില്ല, എന്തായാലും നോക്കും. അപ്പോൾ അതിന് റിപ്ലൈസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാട്സപ്പ് ബാച്ച് എന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. രണ്ടും നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വർസായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് എപ്പോഴാണ്? ഒക്ടോബറിലാണ് കേട്ടോ. 1789 ഒക്ടോബർ ആണ്. ഓക്കെ, സെപ്റ്റംബർ വിട്ട് ഒക്ടോബർ. ഒന്ന് ആലോചിച്ച് നോക്ക്. ജൂൺ നമ്മൾ പഠിച്ചു, ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ജൂലൈ 14 ഏതാ? ബാസ്റ്റിൽ ജയിൽ തകർക്കല്. പിന്നെ ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നും പഠിച്ചു. പിന്നെ സെപ്റ്റംബർ അല്ലേ വരേണ്ടത്? സെപ്റ്റംബർ അവിടെ ഇല്ല, സെപ്റ്റംബറിന് പകരം ഒക്ടോബർ വന്നു. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒക്ടോബറിലാണ് വേഴ്സായി കൊട്ടാരത്തിലേക്കുള്ള മാർച്ച് നടന്നത്. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകൃതമായ പൊതു സുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ റോബിസ്ഫിയർ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. റോബിസ്ഫിയർ ആണ്. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകൃതമായ പൊതു സുരക്ഷാ കമ്മിറ്റിയുടെ തലവനാണ് റോബിസ്ഫിയർ. കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? മിറാബോ, അതുപോലെ തന്നെ ഡാന്റൺ. മിറാബോ, ഡാന്റൺ എന്നിവരാണ്. മിറാബോ, ഡാന്റൺ എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ. തലവൻ ആരാന്ന് ചോദിച്ചാൽ റോബിസ്ഫിയർ ആണ്. റോബിസ്ഫിയർ ആണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഭൂമി, ആഹാരം, സമാധാനം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മക്കായി ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. ചോദ്യം വരും. ഓക്കെ, ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മക്കായി ശ്രീരംഗപട്ടണത്ത്. എവിടെയാണ്? ശ്രീരംഗപട്ടണത്ത്. ഇനി സ്ഥലം ചോദിച്ചാലോ? എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതെന്ന് സ്ഥലം ചോദിക്കുകയാണെങ്കിലും പഠിക്കണ്ടേ? അപ്പൊ ശ്രീരംഗപട്ടണത്താണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഓക്കെ, ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ പേര് പഠിച്ചു വെക്കുക. ടിപ്പു സുൽത്താൻ ആരാന്ന് മനസ്സിലായല്ലോ. അപ്പൊ ടിപ്പു സുൽത്താൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഈ സ്ഥലം പഠിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രീരംഗപട്ടണത്തിലാണ്. അതുപോലെ തന്നെ ഏത് ക്ലബിലാണ്? ജാക്കോബിനിലാണ് അദ്ദേഹം അംഗമായത്. ഇത് മൂന്നും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി എപ്പോഴാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് അല്ലേ ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? മെറ്റേണിക് ആണ്. ഓക്കെ, മെറ്റേണിക് ആണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് അഭിപ്രായപ്പെട്ടത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് അഭിപ്രായപ്പെട്ടത് മെറ്റേണിക് ആണ്. റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദ്യം വരും. സോഷ്യൽ കോൺട്രാക്ട് ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദ്യം വരും. റൂസോയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത് എപ്പോഴാണ്? 1799 ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ ഫ്രാൻസ് പിടിച്ചെടുക്കുകയാണ്. അതായത് 1799 നെപ്പോളിയൻ ഫ്രാൻസ് പിടിച്ചെടുത്തത്. പൊതുകടം. ഓക്കെ,
പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് ആരാണ്? നെപ്പോളിയൻ ആണ്. ഓക്കെ, എന്താണ് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആരെന്ന് ചോദ്യം വരും. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരെന്നും ചോദ്യം വരും. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയൻ ആണ് കേട്ടോ, നെപ്പോളിയൻ ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും നെപ്പോളിയൻ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? സിങ്കിങ് ഫണ്ട് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും നെപ്പോളിയൻ ആണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും നെപ്പോളിയൻ ആണ്. കിട്ടിയല്ലോ, നെപ്പോളിയനെ പറ്റി കിട്ടിയല്ലോ. പിന്നെ നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? വാട്ടർലൂ യുദ്ധമാണ് അല്ലേ? അപ്പൊ അതടുത്ത പോയിന്റ് ഉണ്ടാവും. ഇതാ, നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം. നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമാണ് 1815 വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധം. ഒരു പക്ഷേ അവിടെ നിന്ന് വേറൊരു ചോദ്യം വരും. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആര്? ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലിയാണ് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ്, പഠിച്ചു വെച്ചോ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാലും അറിയണം. ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലി ആണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ ചോദ്യം വരും, 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലി. നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമാണ് ഏതാണ്? ഏത് യുദ്ധമാണ്? വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധം നടന്ന വർഷമാണ് 1815. 1815. ഇതിന്റെ കുറച്ച് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് 1800 മുതൽ 1805 വരെ ഒരു കലാപം നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. ഏതാണ്? രണ്ടാം പഴശ്ശി കലാപം. എപ്പോഴാണ്? 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് അല്ലെ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം നടക്കുന്ന ഈ കാലഘട്ടം, അതായത് ഈ കാലഘട്ടം ഞാൻ ഇവിടെ എന്തിനാണ് പറഞ്ഞത്? ഇപ്പൊ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരെന്ന് ചോദ്യം വരും. അതാരായിരുന്നു? അതും ആർത്തർ വെല്ലസ്ലി ആണ്. അപ്പൊ ഈ പേര് പഠിച്ചോ. അപ്പൊ ആർത്തർ വെല്ലസ്ലി ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. വേറെയും ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദ്യം വരും. അതാണ് TH ബാബർ. TH ബാബർ. PSCക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് TH ബാബർ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ TH ബാബർ. തലശ്ശേരി സബ് കളക്ടർ, ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നതാണ്, തലശ്ശേരി സബ് കളക്ടർ. തലയിൽ മുടിയുണ്ട്, മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. അപ്പൊ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ ബാർബർ ആണ്. ബാർബർ അല്ല, ബാബർ ആണ്. ഓക്കെ, തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ എന്താണ് തലശ്ശേരി സബ് കളക്ടർ. ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലി ആണ്. അദ്ദേഹം തന്നെയാണ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാലും ആർത്തർ വെല്ലസ്ലി ആണ്. മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ്? പാബ്ലോ നെരൂദ. ആരാണ്? പാബ്ലോ നെരൂദ. ഉയരങ്ങൾ എന്ന കൃതി ആരുടേതാണ്? പാബ്ലോ നെരൂദയുടെയാണ്. പാബ്ലോ നെരൂദ. മാച്ചു പിക്ചു എന്ന പർവ്വതനിര ഏതു രാജ്യത്താണെന്ന് ചോദ്യം വന്നാൽ പെറുവിലാണ് കേട്ടോ, പെറുവിലാണ്. മാച്ചു പിക്ചു എന്ന പർവ്വതനിര ഏതു രാജ്യത്താണെന്ന് ചോദ്യം വന്നാൽ പെറുവിലാണ്. മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ പാബ്ലോ നെരൂദ. പാബ്ലോ നെരൂദയാണ്. നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെടാൻ കാരണം ആ യുദ്ധം പഠിച്ചു വെക്കണേ. 1815 വാട്ടർലൂ യുദ്ധമാണ്. വാട്ടർലൂ യുദ്ധം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? നെപ്പോളിയൻ ആണ്. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം പഠിക്കാം. റഷ്യൻ വിപ്ലവം എപ്പോഴാണ്? 1917 1917 റഷ്യൻ വിപ്ലവം. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരന്റെ ഒരു നോവൽ അമ്മ എന്ന നോവലാണ് മാക്സിം ഗോർക്കി. അപ്പൊ അമ്മ എന്ന നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് മാക്സിം ഗോർക്കിയാണ്. റഷ്യയിൽ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഏതാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. റഷ്യയിൽ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ
ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞുണ്ടായവയാണ് ഒന്ന് മെൻഷെവിക്കുകൾ, മറ്റൊന്നാണ് ബോൾഷെവിക്കുകൾ. മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. ഇതിൽ ബോൾഷെവിക്കുകളുടെ നേതാക്കളാണ് ലെനിൻ, ട്രോട്സ്കി എന്നിവർ. അല്ലേ? ബോൾഷെവിക് പാർട്ടിക്ക് രൂപം കൊടുത്തവരാണ് ലെനിൻ, ട്രോട്സ്കി എന്നിവർ. ഇത് പഠിച്ചു വെക്കണേ. ബോൾഷെവിക് പാർട്ടിക്ക് രൂപം കൊടുത്തത് ലെനിനും ട്രോട്സ്കിയും, മെൻഷെവിക്കുകൾക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെറൻസ്കിയുമാണ്. അലക്സാണ്ടർ കെറൻസ്കിയാണ് എന്തിനു കൊടുത്തത്? മെൻഷെവിക് പാർട്ടിക്ക് രൂപം കൊടുക്കാൻ നേതൃത്വം നൽകിയത്. അപ്പോൾ ബോൾഷെവിക് പാർട്ടിക്ക് ലെനിൻ, ട്രോട്സ്കി എന്നിവരാണെങ്കിൽ മെൻഷെവിക്കുകൾക്കാരാണ് അലക്സാണ്ടർ കെറൻസ്കിയാണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി രൂപം കൊണ്ടവയാണ്, ഒന്ന് മെൻഷെവിക്കുകളും മറ്റൊന്ന് ബോൾഷെവിക്കുകളും. ബോൾഷെവിക്കുകൾ റഷ്യയിൽ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടി ഏതാണെന്ന് ചോദ്യം വന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. മാക്സിം ഗോർക്കിയുടെ ഏതാണ് അമ്മ എന്ന നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വരും. അത് മാക്സിം ഗോർക്കിയാണ്. പഠിച്ചു വെച്ചോ, മാക്സിം ഗോർക്കി. അതിൽ പ്രശസ്തമായൊരു വചനമൊക്കെ ഉണ്ടല്ലോ, എന്താണ്? കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ പടുകൂറ്റൻ കെട്ടിടങ്ങൾ വരെ നിർമ്മിക്കുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാട്, അല്ലേ? ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കൊണ്ടാണ്, അല്ലേ? ഞങ്ങൾ തൊഴിലാളികളുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. അപ്പൊ അത് ഏതിലെയാണെന്ന് ചോദിച്ചാൽ അമ്മ എന്ന നോവലിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 എന്താണ്? ബ്ലഡി സൺഡേ, അല്ലെ? രക്തരൂക്ഷിതമായ ഞായറാഴ്ച. അപ്പൊ 1905 ജനുവരി 9 പ്രകടനം നടത്തുകയും ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം അറിയപ്പെടുന്നതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. എപ്പോഴാണ്? 1905 ജനുവരി 9 ഈ ഡേറ്റ് പഠിച്ചു വെക്കണം. എപ്പോഴാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് ചോദ്യം വന്നാൽ 1905 ജനുവരി 9 അപ്പൊ അത് കിട്ടിയല്ലോ. എപ്പോഴാണ്? 1905 ജനുവരി 9 രക്തരൂക്ഷിതമായ ഞായറാഴ്ച. എവിടെയാണ് ഒത്തുകൂടിയത്? പെട്രോഗ്രാഡിലാണ്. ഓക്കെ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളിപ്പോ പഠിച്ചു, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യൻ വിപ്ലവമായിട്ടാണ്. ഏത് വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്? ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. ആ വിപ്ലവത്തിന് വേറെയും കുറെ പേരുകളുണ്ട്. രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്, അല്ലെ? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം, കൊട്ടാര വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. റഷ്യൻ സമരം ശക്തമായതിനെ തുടർന്ന് രൂപീകരിച്ച നിയമനിർമ്മാണ സഭയുടെ പേര് പഠിച്ചു വെക്കണേ. ദ്യൂമ പാർലമെന്റ്. ഓക്കെ, ദ്യൂമ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ. അപ്പൊ പഠിച്ചു വെച്ചോ, റഷ്യൻ സമരം ശക്തമായതിനെ തുടർന്ന് രൂപീകരിച്ച നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ദ്യൂമ നിയമനിർമ്മാണ സഭ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായി അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? റഷ്യൻ വിപ്ലവം. അല്ലെങ്കിൽ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒക്കെ ചോദ്യം വരും. ഏതാണ്? റഷ്യയാണ് കേട്ടോ. ഓക്കെ, നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത വിപ്ലവം അറിയപ്പെടുന്നതാണ് ഫെബ്രുവരി വിപ്ലവം. എന്താണ്? ഫെബ്രുവരി വിപ്ലവം. നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. റഷ്യയിലെ താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തത് സ്വാഭാവികമായിട്ടും ആരെതിർക്കും? ലെനിൻ എതിർക്കും, അല്ലെ? വ്ളാഡിമിർ ലെനിൻ. ഓക്കെ, വ്ളാഡിമിർ ലെനിനാണ് എതിർത്തത്. അപ്പൊ അത് പഠിച്ചു വെക്കാം. ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചത് എപ്പോഴാണ്? 1917 ഒക്ടോബറിലാണ്. ഓക്കെ, ഒക്ടോബറിലാണ്. 1917 ഒക്ടോബറിലാണ്. സായുധ കലാപത്തെ തുടർന്ന് കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം അറിയപ്പെടുന്നതാണ് ഒക്ടോബർ വിപ്ലവം. ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. ഓക്കെ, താൽക്കാലിക ഗവൺമെന്റ് ഏതാണ്? ഫെബ്രുവരി വിപ്ലവം. ഓക്കെ, ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിന്റെ അധ്യക്ഷനാണ് ലെനിൻ. ഓക്കെ, അത് നമുക്ക് ഓർത്തു വെക്കാനുള്ളതുള്ളൂ.
ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പിന്മാറാൻ കാരണം എന്താണ്? റഷ്യൻ വിപ്ലവമാണ്. ഓക്കെ, റഷ്യൻ വിപ്ലവമാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വരും കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങാൻ കാരണം എന്തെന്ന് ചോദ്യം വന്നാൽ അതെന്താണ്? റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം. റഷ്യക്ക് പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1924ലാണ്. 1924ലാണ് റഷ്യയുടെ പുതിയ ഭരണഘടന നിലവിൽ വന്നത്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച നിശബ്ദ സിനിമ ഏതാണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. ഓക്കെ, ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. സംവിധായകൻ ആരാണ്? സെർഗി ഐൻസ്റ്റീൻ ആണ് സംവിധായകൻ. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 സംഭവം. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഓക്കെ, ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിച്ചാൽ ജോൺ റീഡിന്റെയാണ്. ജോൺ റീഡിന്റെ പുസ്തകമാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചൈനീസ് വിപ്ലവം നോക്കാം. ചൈനീസ് വിപ്ലവം 1911. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച 2 നയങ്ങൾ. ഒന്ന് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം. അതുപോലെ തന്നെ ബോക്സർ കലാപം 1900 നടന്നതാണ് ബോക്സർ കലാപം. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ ചൈനീസ് റവല്യൂഷൻ അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച 2 നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയാണ് ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തത്. ഓക്കെ, ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തത് ഏതൊക്കെയാണ്? പട്ട്, തേയില, മൺപാത്രങ്ങൾ. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്, ഈ തേയിലയുടെ ജന്മദേശം ചൈനയാണ് കേട്ടോ. തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നതും ചൈനയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈനയാണ്. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥമാണ് കറുപ്പ്. ഓക്കെ, ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കറുപ്പാണ് കേട്ടോ, കറുപ്പ്. ഓക്കെ, തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. തുറന്ന വാതിൽ നയം. നമ്മളിപ്പോ വാതിൽ തുറന്നിട്ട് ഒരാളുടെ ഇംഗ്ലീഷുകാരൊക്കെ പറയുന്നുണ്ടല്ലേ, ഹേയ് എന്ന് പറയില്ലേ? അപ്പൊ എന്താണ് അത് വെച്ച് കണക്ട് ചെയ്തോ? ജോൺ ഹേയ്. തുറന്ന വാതിൽ തുറന്നിട്ട് പറയണം ഹേയ് എന്ന് പറയണം. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക, അതിനുവേണ്ടി പറയണം. ഓക്കെ, അപ്പോൾ വാതിൽ തുറന്നിട്ട് ഹേയ് എന്ന് പറയണം. അപ്പൊ എന്താണ്? വാതിൽ തുറന്നിട്ട് ഹേയ് എന്ന് പറയുന്നത് ആലോചിച്ചാൽ എന്താണ്? ജോൺ ഹേയ് ആണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത്. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആരാന്ന് ഇനി ചോദ്യം വന്നാൽ കിട്ടുമല്ലോ. ഓക്കെ, വാതിൽ തുറന്നിട്ട് നമ്മൾ എന്ത് പറയണം? ഹേയ് എന്ന് പറയണം. വാതിൽ തുറന്ന് പുതിയൊരാൾ സർപ്രൈസ് ആയിട്ട് വന്നാൽ ഹേയ് എന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കിട്ടോ. ജോൺ ഹേയ് ആണ്. അപ്പൊ തുറന്ന വാതിൽ നയം, വാതിൽ തുറന്നിട്ട് ഹേ എന്ന് പറയുന്നത് ആലോചിക്കുക. ഇനി നിങ്ങൾ ഒന്നും ആലോചിച്ചില്ലെങ്കിലും ഇത് ആലോചിക്കണം. വാതിൽ തുറന്നിട്ട് ഹേ എന്ന് പറയണം. അപ്പോൾ തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. അത് പഠിച്ചു വെച്ചോ. ഏതാണ്? അമേരിക്കയാണ് വാദിച്ചത്. ചൈന ഭരിച്ചിരുന്ന രാജവംശം ഓർത്തു വെച്ചോ, മഞ്ജു രാജവംശം. മറ്റേതേതാണ്? ബൂർബൻ രാജവംശം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബൂർബൻ രാജവംശമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മഞ്ജു രാജവംശം. ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റുവർട്ട് രാജവംശം. ഏതാണ്? സ്റ്റുവർട്ട് രാജവംശം. ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഏതാണ്? മഞ്ജു രാജവംശം. ഇത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ച മഞ്ജു രാജവംശത്തിനെതിരെ 1900 ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. വർഷം ചോദിക്കാറുണ്ട്. 1900 ബോക്സർ കലാപം നടന്നത്. അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് അഥവാ ചോദ്യം വന്നാൽ പഠിച്ചു വെച്ചോ. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്താണ്? ബോക്സർമാരുടെ മുഷ്ടിയാണ്. അതൊക്കെ ഓർത്തു വെക്കാനുള്ളത്. ഓണാണ്ട് പഠിക്കൊന്നും വേണ്ട. ബോക്സർമാരുടെ മുഷ്ടിയാണ് ബോക്സർ കലാപത്തിന്റെ മുദ്ര. ഓക്കെ, ബോക്സർ കലാപത്തിന്റെ മുദ്ര
മുദ്ര എന്താണ്? ബോക്സർമാരുടെ മുഷ്ടിയാണ്. ഇനിയിപ്പോൾ അഥവാ സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ബോക്സർ കലാപത്തിന്റെ മുദ്ര വാളാണെന്ന് വരികയാണ്, തെറ്റാണ്. ഒന്ന് ആലോചിച്ച് വെക്കുക. ബോക്സർ കലാപത്തിന്റെ മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയാണ്. ഓർത്തു വെക്കുക കേട്ടോ, ബോക്സർമാരുടെ മുഷ്ടിയാണ്. ഓക്കെ, ആരുടെ നേതൃത്വത്തിലാണ് 1911 മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നത്? ആരാണ്? സൺ യാത്സെൻ. സൺ യാത്സെൻ. ഈ പേര് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചൈനീസ് കലാപവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പേരാണ്. ഒന്ന് സൺ യാത്സെൻ, പിന്നെ ഒന്ന് മാവോ സേതുങ്. ഓർത്തു വെക്കുക. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണ് 1911 മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നത്? അപ്പൊ വിപ്ലവം 1911 ആരുടെ നേതൃത്വത്തിലാണ്? സൺ യാത്സെൻ. ചൈനയിൽ രാജവാഴ്ചക്ക് അന്ത്യം കുറിച്ച യുദ്ധമാണ് യുദ്ധം നടന്നത് 1911. 1911 ചൈനയിൽ രാജവാഴ്ചക്ക് അന്ത്യം കുറിച്ച യുദ്ധം നടന്നത്. ദക്ഷിണ ചൈനയിൽ സൺ യാത്സെനിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി. കുമിങ്താങ് പാർട്ടി. അപ്പൊ കുമിങ്താങ് പാർട്ടിയുമായി ബന്ധപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സൺ യാത്സെൻ ആണ്. അല്ലെങ്കിൽ സൺ യാത്സെന്റെ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് കുമിങ്താങ് പാർട്ടിയാണ്. സൺ യാത്സെൻ പ്രാധാന്യം നൽകിയ 3 ആശയങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ദേശീയത, ഒന്ന് ദേശീയത, പിന്നെ ഒന്ന് ജനാധിപത്യം, ഒന്ന് സോഷ്യലിസം. ഇത് ചോദ്യം വന്നിട്ടുണ്ട്. പെടാത്തത് ഏതെന്നാണ് ചോദ്യം വരിക. ഓക്കെ, സോഷ്യലിസം, ജനാധിപത്യം, ദേശീയത. സോഷ്യലിസം, ജനാധിപത്യം, ദേശീയത. ചിലപ്പോൾ ഓപ്ഷനിൽ തരും സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സമത്വം, അല്ലെങ്കിൽ സാഹോദര്യം, എങ്ങനെ ഏതെങ്കിലും ഒക്കെ തരും. അപ്പൊ പഠിച്ചു വെക്കുക. ഏതാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഒരു വട്ടം കൂടെ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ആരുടെയാണ്? സൺ യാത്സെന്റെ 3 ആശയങ്ങളാണ്. ഓക്കെ, കുമിങ്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം ഇല്ലാതാക്കാൻ കാരണമായ ഭരണത്തലവൻ ഓക്കെ ആരാണ്? ചിയാങ് കൈഷേക്ക് ആണ്. ചിയാങ് കൈഷേക്ക് ആണ്. ഒന്ന് ഓർത്തു വെച്ചോ, ചിയാങ് കൈഷേക്ക് ആണ്. ചിയാങ് കൈഷേക്ക്. ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ചിയാങ് കൈഷേക്ക് ആണ്. ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ചിയാൻ കൈഷേക്ക് ആണ്. ചിയാൻ കൈഷേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അത് ഓർത്തു വെക്കണേ. ഇതാണ് ഇപ്പോൾ പഠിച്ചത്. ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ചിയാൻ കൈഷേക്ക് ആണ്. ലോങ് മാർച്ച് നടത്തിയത് ആര് എന്ന് ചോദ്യം വരും. ലോങ് മാർച്ച് നടത്തിയത് ആരാണ്? മാവോ സേതുങ് ആണ്. 1934 മാവോ സേതുങ് ആണ് ലോങ് മാർച്ച് നടത്തിയത്. അപ്പൊ ലോങ് മാർച്ച് നടത്തിയത് ആരാന്ന് പഠിച്ചു വെച്ചോ. മാവോ സേതുങ് 1934 ലോങ് മാർച്ച് നടന്നത്. 1934 ലോങ് മാർച്ച് നടന്നത്. നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് MN റോയ് ആവശ്യപ്പെട്ട വർഷമാണ് ഈ 1934. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തി ആരാണ്? MN റോയ് ആണ്. ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടിയാണ്. ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി INC അല്ല. INC ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ, എന്തായാലും പറഞ്ഞു പോവല്ലേ. അപ്പൊ 1934 MN റോയ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഏതാണ്? ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറിയത് 1949 ഒക്ടോബർ 1-നാണ്. 1949 ഒക്ടോബർ 1-നാണ് ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറിയത്. 1949 ഒക്ടോബർ 1. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? മാവോ സേതുങ്. ഓക്കെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ സേതുങ്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാനിൽ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. അത് ലോങ് മാർച്ച് നടത്തുന്ന വർഷം നമ്മൾ പഠിച്ചു 1934. ഈ വർഷം മറക്കരുത്. ഇപ്പൊ 2 വട്ടമായി ഞാൻ മാർക്ക് ചെയ്യണു. 1934 ലോങ് മാർച്ച് നടന്നത്. ലോങ് മാർച്ച് നടത്തിയത് ആരാന്നാണ് ചോദ്യം വരിക. മാവോ സേതുങ് ആണ്. ആരാണ്? മാവോ സേതുങ്. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലേ ഇതുവരെ പഠിച്ചത്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ SCERT നിന്ന് തന്നെ കുറച്ച് ബോക്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ക്ലാസ് എടുക്കില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എക്സ്ട്രാ ഒന്ന് നല്ല രീതിയിൽ തന്നെ അറിഞ്ഞു പോവാം. ഇത് നമുക്ക് പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ്. സങ്കര ഇനങ്ങൾ. ഓക്കെ, ആദ്യം നമുക്ക് നെല്ലിന്റെ സങ്കര ഇനങ്ങൾ നോക്കാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, അതുപോലെ തന്നെ സുവർണയുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ.
പവിത്ര ഹ്രസ്വ അന്നപൂർണ ഏതിന്റെ സങ്കര ഇനമാണെന്ന് ചോദ്യം വന്നാൽ അത് നെല്ലിന്റെ സങ്കര ഇനമാണ്. നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? നെല്ലിന്റെ സങ്കര ഇനമല്ലേ, നെല്ലിന്റെ സങ്കര ഇനം. നെല്ല് എന്താണ്? നമ്മുടെ അന്നമാണ്. നെല്ല് നമ്മുടെ അന്നമാണ്. അപ്പൊ ഈ അന്നപൂർണ ഒന്ന് ഓർത്തു വെക്കോ, അന്നപൂർണ. അന്നപൂർണ. ഇനി നമുക്ക് ഗ്രൂപ്പായിട്ട് ഇതിനൊക്കെ ഒപ്പം പഠിക്കാം. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരുമോ? പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള മെയിൻ ആള് അന്നപൂർണയാണ്. അന്നപൂർണ ഏത് ഗ്രൂപ്പിലാണുള്ളത്? അത് മൊത്തം നെല്ലുമായി ബന്ധപ്പെടുന്നു. അതായത് നെല്ല് നമ്മുടെ അന്നമാണ് എന്ന് നമുക്ക് ഓർത്തു വെക്കാം. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. സുവർണ ഇവിടെ SCRT കൊടുത്തിട്ടില്ല, എങ്കിലും പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. മത്തന്റെ സങ്കര ഇനവും ഒരു സുവർണ ഉണ്ട് കേട്ടോ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി പയറിന്റെ സങ്കര ഇനങ്ങൾ നോക്കാം. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഈ സാധനത്തിനൊക്കെ ഒപ്പം കൊണ്ടുപോകാൻ നല്ല പാട്ട് പോലെ കൊണ്ടുപോകാം. മുമ്പത്തെ നമ്മുടെ LGSന്റെ ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ പാട്ട് പോലെ പറഞ്ഞു തന്നതാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതെന്താണെന്ന് അറിയോ? ഞാൻ അങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ സാധനം നിങ്ങളെ ബ്രെയിൻ പാലസിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കും. ഇങ്ങനെ കേട്ട് പഠിച്ചൊരു പാട്ടല്ല. നമ്മൾ കണ്ടിട്ടില്ല, കുറേ പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച് പഠിക്കുന്നതല്ല, തന്നെ കയറുന്നതാണ്, ബ്രെയിൻ പാലസിന്റെ ഉള്ളിൽ കയറുന്നതാണ്. അപ്പൊ അതുപോലെ ഇതും കയറട്ടെ. അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒരു വട്ടം കൂടെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത് ഏതിൻ്റെയാണ്? പയറിൻ്റെയാണ്. ഇനി ശരി, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഒപ്പം നമ്മൾ പഠിച്ചു. പക്ഷെ അത് പയറിൻ്റെന്ന് എങ്ങനെ പഠിക്കും? ലോല, മാലിക, മാലിക. ഇതിനെ നമുക്ക് മാലയായിട്ട് ആലോചിച്ചൂടെ? ഈ പയറല്ലേ നമുക്ക് മാല പോലെയൊക്കെ തൂക്കിയിടാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ പഠിക്കുന്ന സാധനങ്ങളിൽ മാല പോലെയൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റിയൊരു സാധനം പയറുള്ളൂ. അപ്പൊ പയറ് അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ നെല്ലിന്റെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. ഇത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇനി പച്ചമുളകിന്റെ സങ്കര ഇനങ്ങൾ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഇതും നമുക്ക് പഠിക്കാൻ പറ്റും. പച്ചമുളക് നമുക്കറിയാം. നമ്മൾ മുളക് എടുത്ത് കടിച്ചു വിചാരിക്കാം. മുളക് എടുത്ത് കടിച്ചാൽ നമുക്ക് എന്ത് തോന്നും? ഓ, ഉജ്ജ്വലം അല്ലേ? മുളക് എടുത്ത് കടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? അയ്യോ, ഉജ്ജ്വലം. ആ ഉജ്ജ്വലം വെച്ചിട്ട് തന്നെ ജ്വാല കണക്ട് ചെയ്യുക, ജ്വാലമുഖി. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പഞ്ചസാര അല്ലെങ്കിൽ ഐസ് എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ അനുഗ്രഹം. അപ്പൊ അത് കണക്ട് ആയല്ലോ. അപ്പൊ എന്താണ്? ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ അല്ലേ? അപ്പൊ ഏതാണ്? ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. അപ്പൊ മുളക് കടിച്ചാൽ നമുക്ക് എന്താണ്? മുളക് കടിച്ചാൽ നമുക്ക് എരിയും. അപ്പൊ എന്താണ്? ഓ, ഉജ്ജ്വലം. അപ്പൊ എന്താണ്? അത് വെച്ചിട്ട് ജ്വാലനെ കണക്ട് ചെയ്യുക. എന്നിട്ട് വല്ല പഞ്ചസാര അല്ലെങ്കിൽ ഐസ് എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ നമുക്ക് എന്താണ്? ഓ, അനുഗ്രഹം. അപ്പൊ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ എന്നിവ പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളാണ്. ഇനി വെണ്ടയുടെ സങ്കര ഇനങ്ങൾ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഈ അർക്ക പഠിച്ചു വെച്ചൂടെ? വെണ്ടയുടെ സങ്കര ഇനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അർക്ക പറഞ്ഞത് അർക്ക, കഴുത്തറക്കല്ലേ? അപ്പൊ നമ്മൾ എന്തിനൊക്കെ അറക്കാറുള്ളത്? ഈ പോത്ത്, അതുപോലെ തന്നെ കോഴി, ഇതുകളൊക്കെ നമ്മൾ അറക്കൂലേ? ആട്, ഇതിനൊക്കെ നമ്മൾ അറക്കും അല്ലേ? അറക്കും അല്ലേ? അപ്പൊ കോഴി അറക്കുന്നതല്ലേക്ക. അഥവാ ഈ കോഴിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈ കോഴി എന്താ പറയുക? അറക്കാൻ കൊണ്ടുപോകുമ്പോൾ അയ്യോ വേണ്ട വേണ്ട എന്ന് പറയില്ലേ? അപ്പൊ അത് വെച്ചിട്ട് അർക്കനെ കണക്ട് ചെയ്യുക. അർക്ക. ഓക്കെ, അത് വെച്ചിട്ട് അർക്ക കണക്ട് ചെയ്യുക. അർക്ക കണക്ട് ചെയ്യുക എങ്ങനെയാണ്? വേണ്ട വേണ്ട എന്ന് കോഴി പറയുന്നത് ആലോചിച്ചാൽ മതി. എന്താണ്? കോഴി വേണ്ട വേണ്ട എന്ന് പറയണം അറക്കാൻ കൊണ്ടുപോകുമ്പോ. അപ്പൊ അർക്ക, വെണ്ട. വേണ്ട വേണ്ട എന്നുള്ളടത്ത് വെണ്ട കണക്ട് ചെയ്യുക. കോഴിനെ അവിടെ കണക്ട് ചെയ്യണ്ട കേട്ടോ. ഇനി കോഴി ഇതിന്റെ സങ്കരയിനാണെന്നും പറയരുത്. ഓക്കെ, അപ്പൊ അർക്ക, അർക്ക, അനാമിക, സൽകീർത്തി. ഏതൊക്കെയാണ്? ഒന്ന് ഒപ്പം പറഞ്ഞു വരുമോ? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അപ്പൊ അർക്ക ഈ ഗ്രൂപ്പിൽ പെട്ടതാന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ ഏതിന്റെയാണ്? വെണ്ടയുടെ ആണെന്ന് കിട്ടും. അപ്പൊ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി വഴുതന. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഈ വഴുതന നമുക്ക് വഴുക്കി വീഴുന്നത് പോലെ പഠിച്ചാൽ മതി. ഈ ബാത്റൂമിൽ ഇപ്പൊ നീലിമ, നീല കളർ ഉജാല ഉണ്ടെന്ന് ആലോചിച്ച് വെക്കുക. നീല കളർ ഉജാല. അപ്പൊ ഈ ഉജാലയെ ചവിട്ടിയിട്ട് നമ്മൾ വഴുക്കി വീഴണം. അപ്പൊ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഏതാണ്? വഴുതനയുടെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഏതിന്റെയാണ്? വഴുതനയുടെ സങ്കര ഇനങ്ങളാണ്. ഇനി തക്കാളിയുടെ. മുക്തി, അക്ഷയ, അനഘ. ഓക്കെ, അക്ഷയക്കും അനഘക്കും തക്കാളി കിട്ടാതെ മുക്തിയില്ല. അക്ഷയക്കും അനഘക്കും തക്കാളി കിട്ടാതെ ഒരു മുക്തിയില്ല എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് അക്ഷയ, അനഘ, മുക്തി. പാവലിന്റെ സങ്കര ഇനമാണ് പ്രിയങ്ക. പ്രിയങ്ക, പ്രിയ, പ്രീതി. ഇതൊക്കെ പാവലിന്റെ സങ്കര ഇനങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർച്ചു വെക്കുക. പാവലിന്റെ സങ്കര ഇനം നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. പ്രിയങ്കരിയായ മയില് ആളൊരു പാവമാണെന്ന് ആലോചിച്ച് വെക്കുമോ? ഇങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാണ്ട്. പ്രിയങ്കരിയായ മയില് ആളൊരു പാവമാണ്. പ്രിയങ്കരി, മയില്. പ്രിയങ്ക,
പാവം. അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? പാവല് കണക്ട് ചെയ്യുക. പാവലിന്റെ സങ്കരം ഇനമാണ് പ്രിയങ്ക. അതുപോലെ തന്നെ മയിലാളൊരു പാവമാണ് നമ്മൾ എന്തിനാ പറഞ്ഞത്? മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്താണ്? മയിലിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ ഇത്രയും സങ്കര ഇനങ്ങൾ നിങ്ങൾക്ക് സെറ്റായോ? ഇനി ചോദ്യം വന്നാൽ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ അത് സെറ്റ്. നമുക്ക് അടുത്ത് നോക്കാം. ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും. ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം ഏതാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. കാണുന്നില്ലേ? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. നമ്മൾ എന്തുകൊണ്ടാണ് ഉത്തരം പറയാറുള്ളത്? നമ്മുടെ ചുണ്ട് കൊണ്ടല്ലേ, നമ്മുടെ ലിപ്പ് കൊണ്ടാണ് നമ്മൾ ഉത്തരം പറയാറുള്ളത്. എന്നാലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ലിപുലേഖ് ചുരം. ലിപ്പ് കൊണ്ട് ഉത്തരം പറയുന്നു. അപ്പൊ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇനി ഷിപ്കില ചുരം. ഷിപ്കില ചുരം, ഷിപ്പ് കപ്പൽ. ഓക്കെ, ഈ കപ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഓർമ്മ വരും? ടൈറ്റാനിക് ഓർമ്മ വരും അല്ലെ? ടൈറ്റാനിക്. ഇതൊന്ന് ഓർത്തു വെച്ചോ. ഇനി ഓർമ്മ വരില്ലെങ്കിൽ ഓർത്തു വെക്കണം. ഷിപ്കില എന്ന് കാണുമ്പോൾ ടൈറ്റാനിക് ഓർക്കണം. ടൈറ്റാനിക് ഓർത്താൽ നമുക്കൊരു സാധനം കിട്ടും. ഏതാണ്? ഹിമത്തിൽ ഇടിച്ചിട്ടാണ് ഈ ടൈറ്റാനിക് തകർന്നത്. അതായത് മഞ്ഞ് കട്ടയിൽ ഇടിച്ചിട്ട്, ഹിമത്തിൽ ഇടിച്ചിട്ടാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. പിന്നെ സോജില ചുരമാണ് ശ്രീനഗർ, കാർഗിൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അപ്പൊ ലിപുലേഖ് ചുരം ഏതിനെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. ലിപ്പാണ് ഉത്തരം പറയാൻ, ലിപ്പ് ഉത്തരം പറയാൻ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിപുലേഖ് ചുരം. പിന്നെ ഏതാണ്? സോജില ചുരം ശ്രീനഗർ, കാർഗിലാണ്. ഷിപ്കില ചുരം ഏത് ഷിപ്പ് ആലോചിച്ച് വെക്കണം? നമ്മൾക്ക് ടൈറ്റാനിക് ഓർത്തു വെക്കാം. ടൈറ്റാനിക് ഓർത്തു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഷിപ്കില ചുരം ടൈറ്റാനിക് എന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടൈറ്റാനിക് എന്തിലിടിച്ചിട്ടാണ് തകർന്നത്? ഹിമത്തിൽ ഇടിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ടൈറ്റാനിക് ഹിമത്തിൽ ഇടിച്ച് തകർന്നു എന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില ശ്രീനഗർ, കാർഗിൽ. നാഥുല സിക്കിം, ടിബറ്റ്. നാഥുല എന്താണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് കിട്ടിയത് ലിപുലേഖ് ചുരം. ഇനി കണ്ടാൽ തെറ്റൂലല്ലോ, ലിപ്പ് നമുക്ക് ഉത്തരം പറയാനല്ലേ. അപ്പൊ ഉത്തരാഖണ്ഡ് അവിടെ വേണ്ടേ? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും അല്ലേ ഷിപ്പ്. കപ്പൽ എന്തിലിടിച്ചിട്ടാണ് തകർന്നത്? ഹിമത്തിലല്ലേ. അപ്പൊ ഹിമാചൽ പ്രദേശും ടിബറ്റും അല്ലേ. പിന്നെ ശ്രീനഗർ, കാർഗിൽ ഏതാണ്? സോജില ചുരം ശ്രീനഗറും കാർഗിലും. സിക്കിമും ടിബറ്റും നാഥുല ചുരം. ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. സമതലങ്ങളും രൂപീകരണത്തിന് കാരണമായ നദികളുമാണ് കേട്ടോ. ഇതിൽ തന്നെ ഉത്തരമുണ്ട്. ഓക്കെ, ഇതിൽ പഞ്ചാബ്, ഹരിയാന സമതലം, സിന്ധുവും പോഷക നദികളും. അപ്പൊ സിന്ധുവിന്റെയും പോഷക നദികളുടെയും കാരണമാണ് ഏത്? പഞ്ചാബ്, ഹരിയാന സമതലം രൂപീകൃതമായത്. ഓക്കെ, രൂപീകരണത്തിന് കാരണമായ നദികളാണ് കൊടുത്തിട്ടുള്ളത് സിന്ധുവും പോഷക നദികളും. സിന്ധുവും പോഷക നദികളും ഏതിനാണ്? പഞ്ചാബ്, ഹരിയാന സമതലം. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ ഏതിനാണ്? ലൂണി, സരസ്വതി എന്നീ നദികൾ. പിന്നെ ഗംഗാ സമതലം. ഓക്കെ, ഗംഗാ സമതലം ഏതാണ്? ഗംഗയും പോഷക നദികളും. അതൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഗംഗാ സമതലം ഗംഗയും പോഷക നദികളുമാണ് എന്നും, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളുമാണെന്നും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ അവിടെ പഠിക്കാനുള്ള രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ ലൂണി, സരസ്വതി ഓർത്തു വെക്കുക. ലൂണി, സരസ്വതി. പിന്നെ ഏതാണ്? പഞ്ചാബ്, ഹരിയാന സമതലം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചാബ്, ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും. ഓക്കെ, സിന്ധുവിന്റെയും പോഷക നദികളുടെയും നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതാണ് പഞ്ചാബ്, ഹരിയാന സമതലം. സിന്ധുവും പോഷക നദികളും. ഇത് ഗംഗയും പോഷക നദികളും. ഇത് ബ്രഹ്മപുത്രയും പോഷക നദികളും. അതൊക്കെ പേരിൽ തന്നെ ഉണ്ട്. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഏതാണ്? സിന്ധുവും പോഷക നദികളുമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. ഓക്കെ, ഇനി ജീവികളും ഹൃദയത്തിലെ അറകളുടെ എണ്ണവും. പാറ്റയ്ക്ക് എത്രയാണ്? പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? പാറ്റ 13 ആണ് കേട്ടോ. പാറ്റയുടെ 13. പാറ്റ 13. മത്സ്യത്തിന്റെ എത്രയാണ്? ഇമ്പോർട്ടന്റ് ആണ്. മത്സ്യത്തിന്റെ 2 ആണ്. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2 ആണ്. മത്സ്യത്തിന്റെ 2 ആണ്. പല്ലിയുടെ 3 ആണ്. പല്ലി 3. മുതല, പല്ലി കഴിഞ്ഞ മുതലയുടെ എത്രയാണ്? മുതലയുടെയും 4 ആണ്. പക്ഷികളുടെയും 4 ആണ്. നമ്മുടെയും 4 ആണ്. ഓക്കെ, മനുഷ്യന്റെ 4 ആണ്,
പക്ഷികളുടെ 4ആണ്, മുതലയുടെയും 4ആണ്. അപ്പോൾ ഓർത്തു വെക്കുക, പാറ്റ 13. പാറ്റ എത്രയാണ്? 13 ആണ്. പാറ്റയുടെ 13 ആണ്. പല്ലിയുടെ എത്രയാണ്? 3 ആണ്. പല്ലിയുടെ 3ഉം പിന്നെ ഏതാണ്? മത്സ്യത്തിന്റെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, മത്സ്യത്തിന്റെ 2 ആണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ഓർത്തു വെക്കുക. മുതല, പക്ഷികൾ, മനുഷ്യൻ എന്നിവർക്ക് 4 ആണ്. 4 അറകളാണ് ഉള്ളത്. ചോദ്യം വരും, ശ്രദ്ധിക്കണേ. അടുത്ത നോക്കാം. പ്രധാന കൃഷികൾ, പ്രധാന ശാസ്ത്രീയ കൃഷി രീതികളാണ് കൊടുത്തിട്ടുള്ളത്. പട്ടുനൂൽ കൃഷി, സെറികൾച്ചർ. പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ. പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ. നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? പട്ടുനൂൽ കൃഷിയെ പട്ടുസാരി എന്നാലോചിച്ചൂടെ? പട്ടുസാരി. അപ്പൊ സാരി വെച്ചിട്ട് സെറിനെ കണക്ട് ചെയ്യുക. സാരി, സെറി, സാരി, സെറി. അപ്പൊ പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. മത്സ്യകൃഷി, മത്സ്യകൃഷി, മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മത്സ്യം എങ്ങനെ തിന്നുക? അതായത് മീൻ നമ്മൾ എങ്ങനെ തിന്നുക? പിച്ചി പിച്ചി തിന്നൂലേ? അപ്പൊ അത് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പിസികൾച്ചർ കിട്ടും. ഓക്കെ, പിസികൾച്ചർ ആണ് മത്സ്യകൃഷി. മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. മീന് പിച്ചി പിച്ചി തിന്നും എന്നാലോചിച്ചാൽ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. അപ്പൊ അതും കിട്ടി. ഇനി പൂക്കൾ കൃഷി, പൂക്കൾ ഫ്ലോറികൾച്ചർ. പൂക്കൾ ഫ്ലോറികൾച്ചർ. പൂക്കളുടെ കൃഷിയാണ് ഫ്ലോറികൾച്ചർ. പൂക്കളുടെ കൃഷിയാണ് ഫ്ലോറികൾച്ചർ. പൂക്കൾക്ക് നമ്മൾ എന്ത് പറയും? ഫ്ലവർ എന്ന് പറയും. അത് വെച്ചിട്ട് ഫ്ലോറിനെ കണക്ട് ചെയ്യുക. ഫ്ലവർ. ഓക്കെ, ഫ്ലവർ, ഫ്ലോർ, ഫ്ലവർ, ഫ്ലോർ, ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. മുയൽ വളർത്തലാണ് ക്യൂണികൾച്ചർ. കൂൺ വളർത്തൽ മഷ്റൂം കൾച്ചർ ആണ്. മാറിപ്പോരുത്. മുയൽ വളർത്തലാണ് ക്യൂണികൾച്ചർ. മുയൽ വളർത്തലാണ് ക്യൂണികൾച്ചർ. കൂൺ വളർത്തൽ മഷ്റൂം കൾച്ചർ ആണ്. മഷ്റൂം കൾച്ചർ. പഴം പച്ചക്കറി കൃഷി. പഴം പച്ചക്കറി കൃഷി എന്താണ്? പഴം പച്ചക്കറി കൃഷി ഹോർട്ടികൾച്ചർ ആണ്. പഴം പച്ചക്കറി കൃഷി ഹോർട്ടികൾച്ചർ. പഴം പച്ചക്കറി കൃഷി ഹോർട്ടികൾച്ചർ. അപ്പൊ പട്ടുനൂൽ കൃഷി, പട്ടുസാരി എന്നാലോചിച്ചാൽ പട്ടുനൂൽ കൃഷി കിട്ടും. സെറികൾച്ചർ ആണെന്ന് കിട്ടും. മത്സ്യകൃഷി പിസികൾച്ചർ. മത്സ്യത്തിനെ പിച്ചി തിന്നുക എന്നാലോചിച്ചാൽ പിസികൾച്ചർ കിട്ടും. പൂക്കളുടെ കൃഷി, പൂക്കൾ ഫ്ലോറികൾച്ചർ അല്ലെ? ഫ്ലവർ എന്ന് പറയുന്നതിനെ ഫ്ലോറികൾച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. തേനീച്ചയാണ് എപ്പികൾച്ചർ. മുയൽ വളർത്തലാണ് ക്യൂണികൾച്ചർ. കൂൺ വളർത്തൽ മഷ്റൂം കൾച്ചർ. പഴം പച്ചക്കറി കൃഷി ഹോർട്ടികൾച്ചർ. അതുപോലെ തന്നെ പക്ഷി വളർത്തൽ എവികൾച്ചർ ആണ്. എവികൾച്ചർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. പക്ഷി വളർത്തൽ എവികൾച്ചർ. പക്ഷി വളർത്തൽ എവികൾച്ചർ. അതും വേണമെങ്കിൽ കണക്ട് ചെയ്യാം നമുക്ക്. നമ്മളിങ്ങനെ എ വി ഇതാണോ? ഈ വി പോലെ ഇട്ടിട്ടാണ് നമ്മൾ പക്ഷികളെ വരക്കുക. ഇതാണോ പക്ഷികൾ? ഓക്കെ, പക്ഷികളെ നമ്മൾ ഇങ്ങനെ ഇട്ട് വരക്കൂലേ? അപ്പൊ അത് വെച്ചിട്ട് ആലോചിച്ചാൽ എവികൾച്ചർ. എ വി എന്നിങ്ങനെ തിരിച്ചിടുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ പക്ഷികളെ വരക്കും. ഇതാണോ? അപ്പൊ ഇത് ആലോചിച്ച് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി പക്ഷികളെ പോലെ തോന്നിയില്ലെങ്കിലും ഇങ്ങനെ വരക്കുന്നത് ആലോചിച്ചു. അപ്പൊ എവികൾച്ചർ എന്താണ്? പക്ഷി വളർത്തലാണ്. പിന്നെ പച്ചക്കറി കൃഷി, പച്ചക്കറി കൃഷി എന്താണ്? ഒലേറി കൾച്ചർ ആണ്. ഒലേറി കൾച്ചർ. ഓക്കെ, ഒലേറി കൾച്ചർ. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മതി, പച്ചക്കറി നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന എങ്ങനെ? ലോറിയിലാണ്. ലോറിയിൽ. അപ്പൊ പച്ചക്കറി ഒലേറി കൾച്ചറിന് ലോറി വെച്ച് കണക്ട് ചെയ്താൽ മതി. പച്ചക്കറി ഒലേറി കൾച്ചർ ലോറി, ഒലേറി ലോറി. അത് വെച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. ശ്വേതരക്താണുക്കളും പ്രതിരോധ പ്രവർത്തനവും. ആദ്യം ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഓക്കെ, ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അതാരാണ്? ന്യൂട്രോഫിലിന്റെ പണിയാണ്. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ആരുടെ പണിയാണ്? ന്യൂട്രോഫിലിന്റെ പണിയാണ്. പിന്നെ ബേസോഫിൽ മറ്റു ശ്വേതകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ എന്താണ്? രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇത് ബേസോഫിലിന്റെ പണിയാണ്. എന്താണ്? മറ്റു ശ്വേതകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ എന്താണ്? രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇനി ഈസിനോഫിൽ എന്താണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതാരുടെ പണിയാണ്? അത് ഈസിനോഫിലിന്റെ പണിയാണ്. ഇനി മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതൊന്ന് പഠിക്കും. ഈ മോണോസൈറ്റും ലിംഫോസൈറ്റും ഒന്ന് പഠിച്ചു വെക്കണം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റും, രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുമാണ്. അപ്പൊ മോണോസൈറ്റും ലിംഫോസൈറ്റും ഒന്ന് ഓർത്തു വെക്കാം. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റും, ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അത് ലിംഫോസൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് ജീവകം. SCERT കൊടുത്തിട്ടുള്ള ജീവകം, അപര്യാപ്തത രോഗം, അതിന്റെ ലക്ഷണം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു പോവാം.
ജീവകങ്ങൾ ഈ കൊടുത്തത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. ഇതെന്തായാലും SCRT പോയിന്റ് ആയതുകൊണ്ട് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത. നിശാന്തത മാത്രമല്ലല്ലോ ജീവകം എയുടെ അപര്യാപ്തത മൂലം, സിറോഫ്താൽമിയയും ജീവകം എയുടെ അപര്യാപ്തത മൂലമല്ല. അപ്പൊ സിറോഫ്താൽമിയ, നിശാന്തത എന്നിവ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ്. ഇനി ഈ നിശാന്തതയുടെ ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കില്ല. അതെന്താണ്? നിശാന്തതയുടെ ലക്ഷണമാണ്. എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കാത്തത് നിശാന്തതയുടെ ലക്ഷണമാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ്. ഈ വിറ്റാമിൻ എ ആണ് പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്, അല്ലെ? പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അതുപോലെ തന്നെ വിറ്റാമിൻ എയുടെ രാസനാമം ചോദിച്ച റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ നമുക്കറിയാം കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന കണ്ണിലെ ഒരു ഭാഗമാണ്. അത് വെച്ച് നമുക്ക് റെറ്റിനോൾ എന്നത് കണക്ട് ചെയ്യാം. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന, അത് വെച്ചിട്ട് നമുക്ക് റെറ്റിനോൾ, കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. അത് ഓർത്തു വെക്കുക. ഓക്കെ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് വായ്പുണ്ണ്. ശരിക്കും വിറ്റാമിൻ B2ന്റെ അപര്യാപ്തത മൂലമാണ് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും വിറ്റാമിൻ B2ന്റെ അപര്യാപ്തത മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാവുന്നത്. ഓക്കെ. എന്താണ്? വായിൽ വ്രണങ്ങൾ കാണപ്പെടുന്നതാണ് വായ്പുണ്ണിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഇവിടെ SCRT കൊടുത്തിട്ടുള്ളത് വായ്പുണ്ണ്. ഓക്കെ. വിറ്റാമിൻ സിയുടെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്കർവി. ഓക്കെ. സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദ്യം വരും. സ്കർവിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. ബ്ലൂ ഡെത്ത് അഥവാ നീലമരണം എന്നറിയപ്പെടുന്നതാണ് കോളറ. ഓക്കെ. കോളറ, ഈ കോളർ വെച്ച് ആലോചിച്ചാൽ മതി. ഉജാലയിൽ മുക്കിയ ഷർട്ടിന്റെ കോളർ നീല കളറായി. ഓക്കെ. അപ്പൊ അത് വെച്ച് ആലോചിച്ചാൽ കോളറയാണ് നീലമരണം എന്നത് കിട്ടും. മോണയിൽ പഴുപ്പും രക്തസ്രാവമാണ് സ്കർവിന്റെ രോഗലക്ഷണം. ഓക്കെ. അപ്പൊ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് കണ. ഓക്കെ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നത് കണയുടെയാണ്. ഓക്കെ. കണയുടെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത്. ഏതിൻ്റെയാണ്? കണയുടെ ലക്ഷണമാണ്. ഇരുമ്പിന്റെ അപര്യാപ്തത അനീമിയ. ഓക്കെ. അനീമിയ, രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇനി അയഡിന്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ കാണപ്പെടുന്നത്. ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. ഏതിന്റെ കുറവ് മൂലമാണ്? അയഡിന്റെ കുറവ് മൂലം. ഇത് ഇരുമ്പിന്റെ കുറവ് മൂലം ഏതാണ്? അനീമിയ. ഓക്കെ. അനീമിയ എന്താണ്? രക്തക്കുറവ്, വിളർച്ച എന്നിവ. അടുത്ത നോക്കാം. പദാർത്ഥങ്ങളും pH മൂല്യവും. SCRT കൊടുത്തിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങളും അതിന്റെ pH മൂല്യം നോക്കാം. ആരാണ് ഈ pH സ്കെയിൽ കണ്ടെത്തിയത്? സോറൻസൺ ആണ് pH സ്കെയിൽ കണ്ടെത്തിയത്. പഠിച്ചു വെക്കുക. വിനാഗിരിയുടെ pH മൂല്യമാണ് 4.2. വിനാഗിരിയുടെ pH മൂല്യം 4.2 ആണ്. വിനാഗിരിയുടെ pH മൂല്യമാണ് 4.2. വിനാഗിരിയുടെ pH മൂല്യം. ചുണ്ണാമ്പ് വെള്ളത്തിന്റെയാണ് 10.5. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് പറഞ്ഞുതരാം. ഒന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് ചോദിക്കുകയാണെങ്കിലാണ് 7. ശുദ്ധജലത്തിന്റെ, അതായത് മഴവെള്ളത്തിനൊക്കെ 6ഒക്കെയാണ്. മഴക്കാറ് 6 എന്നാലോചിച്ചാൽ മതി. മഴക്കാറ് 6. അപ്പൊ മഴവെള്ളത്തിന്റെ pH മൂല്യം ചോദിച്ചാൽ അത് 6 ആണ്. ഓക്കെ. ഇതെന്താണ്? ശുദ്ധജലത്തിന്റെ, അതാണ് 7. ഓക്കെ. 7. ഈ 7 താഴെ ഇല്ലേ pH മൂല്യം 7 താഴെയുള്ളത് ആസിഡ് സ്വഭാവമുള്ളതും മേലുള്ളത് ഏതാണ്? ആൽക്കലി സ്വഭാവമുള്ളതുമാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കാം. ഇനി 7 പഠിക്കണം, 7.4 ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. രക്തത്തിന്റെ pH മൂല്യം ചോദിക്കും അല്ലെ? രക്തത്തിന്റെ pH മൂല്യമാണ് 7.4. ശുദ്ധജലത്തിന്റെ pH മൂല്യമാണ് 7. നമ്മൾ ഏത് പഠിച്ചു? വിനാഗിരിയുടെ pH മൂല്യം 4.2. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ 10.5. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ എത്രയാണ്? 10.5 ആണ്. പാലിന്റെ 6.4 ആണ്. പാലിന്റെ 6.4. പാലിന്റെ ഓർത്ത് വെച്ചോ 6.4 ആണ് പാലിന്റെ pH മൂല്യം. 6.4. ജലത്തിന്റെ നമ്മൾ പഠിച്ചു 7 ആണ്. ടൂത്ത് പേസ്റ്റിന്റെ ആണ് 8.7. 8.7. ഒരു തവണ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. വിനാഗിരിയുടെ 4.2, ചുണ്ണാമ്പ് വെള്ളം 10.5,
പാലിന്റെ 6.4 ജലം ഇമ്പോർട്ടന്റ് ആണ് 7 രക്തത്തിന്റെ 7.4 രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ടൂത്ത് പേസ്റ്റ് 8.7 അപ്പൊ ഇത്ര കാര്യങ്ങൾ പഠിച്ചേ, സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത് നോക്കാം. അയ്യോ ഓക്കെ, ഗ്രൂപ്പ് നമ്പറും മൂലക കുടുംബവും ഇത് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെ? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഒന്ന് ആൽക്കലി, രണ്ട് ആൽക്കലൈൻ. അപ്പൊ രണ്ടെണ്ണം കിട്ടിയേ. ഒന്ന് ആൽക്കലി, രണ്ട് ആൽക്കലൈൻ. ഒന്ന് ആൽക്കലി, രണ്ട് ആൽക്കലൈൻ. 3 മുതൽ 12 വരെയാണ് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. അപ്പൊ ഒന്ന് ആൽക്കലി, രണ്ട് ആൽക്കലൈൻ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. ഒന്ന് ആൽക്കലി, രണ്ട് ആൽക്കലൈൻ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. ഒന്ന് ആൽക്കലി, രണ്ട് ആൽക്കലൈൻ. 3 മുതൽ 12 വരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സംക്രമണ മൂലകങ്ങൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സംക്രമണ ലോഹങ്ങളാണ്. സംക്രമണ ലോഹങ്ങൾ എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, സംക്രമണ ലോഹങ്ങൾ. അപ്പൊ 13 ബോറോൺ കുടുംബം. 13 ബോറോൺ കുടുംബം. 13 ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. ഓക്കെ, 13 ബോറോൺ, 14 കാർബൺ. ബോറോൺ കാർബൺ. ഓക്കെ, 13 ബോറോൺ, 14 കാർബൺ. 15 നൈട്രജൻ കുടുംബം. 15 നൈട്രജൻ കുടുംബം. അപ്പൊ 1 മുതൽ ഒന്നുകൂടെ വരാം. 1 ആൽക്കലി ലോഹങ്ങൾ, 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ. സംക്രമണ ലോഹങ്ങളാണ് 3 മുതൽ 12 വരെ. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബവും, 16 ഓക്സിജൻ കുടുംബവും. അപ്പൊ അതുവരെ ഒന്നുകൂടെ നോക്കാം. 13 ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ. 13 ബോറോൺ കുടുംബം. 13 ബോറോൺ കുടുംബം. 14 ഏതാണ്? കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം. അപ്പൊ അതുവരെ കിട്ടി. 17 ഹാലോജനുകൾ. 17 ഹാലോജനുകളും 18 ഉത്കൃഷ്ടവാതകങ്ങളുമാണ്. 18 ഉത്കൃഷ്ടവാതകങ്ങൾ. 18 ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങള് 18. അപ്പൊ 1 മുതൽ ഒന്നുകൂടെ വരിക. 17 ഹാലോജനുകൾ മറക്കരുത്. 17 ഹാലോജനുകളും ഇമ്പോർട്ടന്റ് ആണ്. 17ഉം 18ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാതെ ചിലപ്പോൾ കിട്ടും. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഏകദേശം സെറ്റ് ആവും. പക്ഷെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയാണ് സംക്രമണ ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങളും. പിന്നെ ഏതാണ്? 13 ബോറോൺ, 14 കാർബൺ. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലോജനുകളും, 18 ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങളുമാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി തെറ്റില്ല, ഗ്രൂപ്പ് തെറ്റില്ലല്ലോ. അപ്പൊ പഠിച്ചിട്ടല്ലേ പോയത്? ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്